ഉളിക്കൽ മണ്ഡപപ്പറമ്പ് ശ്രീ മഹാഗണപതി ഭഗവതി ക്ഷേത്രത്തിലാണുള്ളത്. ഉത്സവം തുടങ്ങുകയാണ്. 19 തൊട്ട് 25 വരെയാണ് ഇവിടുത്തെ മഹോത്സവം നടക്കുന്നത്. നമ്മളെ കൂടിയുള്ളത് ഇവിടുത്തെ സംഘാടകരാണ്. എന്തായാലും ഇവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൻ്റെ ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. ഉത്സവം ഇന്ന് 19-ാം തീയതി തുടങ്ങുകയാണ്. മാർച്ച് 19 വ്യാഴാഴ്ച തുടങ്ങി മാർച്ച് 25 ബുധനാഴ്ച സമാപിക്കും. മാർച്ച് 19 ഇന്ന് നമ്മൾ കലവറ നിറയ്ക്കലും വിഗ്രഹ ഘോഷയാത്ര കിരാത ക്ഷേത്രത്തിൽ നിന്ന് 5 മണിക്ക് അവിടുന്ന് വാഹന അകമ്പടിയോടുകൂടി വിഗ്രഹ ഘോഷയാത്രയും മുലത്തുകുന്ന് അമ്പലത്തട്ട് കൂമന്തോട് കയ്യാവറമ്പ് കേന്ദ്രീകരിച്ച് ഉളിക്കൽ സങ്കേതത്തിൽ എത്തിച്ചേർന്ന് അവിടുന്ന് കലവറ ഘോഷയാത്രയും നൃത്ത വിസ്മയങ്ങളോടുകൂടി DJ ഉള്ള പരിപാടിയോടുകൂടി നമ്മൾ അവിടുന്ന് ആരംഭിച്ച് ക്ഷേത്ര അങ്കണമായ ഗണപതി ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും 20-ാം തീയതി നമ്മുടെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുകയും വൈകിട്ടോടുകൂടി ആചാര്യ വിതരണം ആരംഭിച്ച് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇവിടുത്തെ ഏകദേശം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞൊരു അമ്പലമാണിത്. എന്തായാലും ഇവിടുത്തെ ഐതിഹ്യം എങ്ങനെയായിരുന്നു? ഐതിഹ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇത് നശിച്ച് പോയതാണ് മൊത്തം. അതിനുശേഷം ഇവിടെ ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അതിനുശേഷം കുറേ കമ്മിറ്റിക്കാർ ഇത് ഏറ്റെടുക്കാനും മറ്റു കാര്യങ്ങൾ നോക്കി അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പുനരുദ്ധാരണമൊന്നും നടന്നില്ല. അതിനുശേഷം നമ്മളിപ്പോൾ ഈ പുതുതലമുറ 2008 ഒരു സബ് കമ്മിറ്റി രൂപീകരിക്കും. അപ്പം മൂലത്തുകുന്ന് അമ്പലവും ഈ അമ്പലവും ഒരേ രജിസ്ട്രേഷനായിരുന്നു. അപ്പോൾ 2008 കയറിയ കമ്മിറ്റി വീണ്ടും വിപുലീകരിച്ച് 2016 കമ്മിറ്റി വലിയ രീതിയിൽ രൂപീകരിക്കുകയും ഒരു അഷ്ടമംഗല്യ സ്വർണ്ണ പ്രശ്നം നടത്തുകയും അതിനുശേഷം സ്വതന്ത്രമായി 2017 സ്വതന്ത്ര കമ്മിറ്റിയായി രൂപീകരിക്കുകയും ചെയ്തു. സ്വർണ്ണപ്രശ്നത്തിന് ശേഷമാണ് ആദ്യം ഇവിടെ നമ്മൾ ഗണപതിക്ക് ഒരു സ്ഥാനമാണ് ആദ്യം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ പൂർവികന്മാരും അതേപോലെയാണ് സങ്കല്പിച്ചത്. സ്വർണ്ണപ്രശ്നത്തിന് ശേഷമാണ് നമുക്കിവിടെ ഭഗവതിക്കാണ് പ്രാധാന്യം കൂടുതലെന്ന് അറിയുകയും ചെയ്തു. അപ്പോൾ ഭഗവതി സ്ഥാനം നമ്മളവിടെ കണ്ടെത്തുകയും അവിടെ ഇപ്പം ഭഗവതിക്കും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന അമ്മയും മകനും ഉള്ള രീതിയിൽ സ്ഥാനങ്ങൾക്ക് സങ്കല്പിച്ചു. കാലഭൈരവന് സ്ഥാനം കണ്ട് 3 ദേവതകളാണ് ഇവിടെ ഉള്ളത്. അതിന് 3 ദേവസ്ഥാനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. അതിൻ്റെ ആഘോഷം ഈ വരുന്ന മാർച്ച് 25 9-നും 11-നും ഇടയ്ക്ക് മുഹൂർത്തത്തിൽ പ്രതിഷ്ഠ നടത്തുകയാണ്. എന്തായാലും ഈ അമ്പലം ഇങ്ങനെ ഒരു നിലയിലെത്താൻ കുറേ കഷ്ടപ്പെട്ടു. കുറേ ഇവിടെയുള്ള ജനങ്ങളുടെയും മൊത്തം എല്ലാവരും ജാതിമത ഭേദമില്ലാതെ എല്ലാവരും അകമഴിഞ്ഞുള്ള സഹായങ്ങൾ കിട്ടിയതിന് ശേഷമാണ് നമുക്കിത് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ എല്ലാ നമ്മുടെ നാട്ടുകാർക്കും എല്ലാവരും ഈ പ്രദേശത്തുള്ള എല്ലാ വിശ്വാസികളോടും നമ്മളതിനെ സ്നേഹമായ നന്ദി അറിയിക്കുന്നു. എന്തായാലും നിലവിൽ ഇവിടെ ഉത്സവം തുടങ്ങുകയായി 25 വരെ ഈ ഉത്സവം നീണ്ടു നിൽക്കും. എന്തായാലും ഈ ഉളിക്കൽക്കാർക്കും ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഒരു വലിയൊരു ആഘോഷം തന്നെയാണ്. ക്യാമറ പേഴ്സൺ നവനീതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.